ഞാനൊരു സത്യം പറയട്ടെ. നിങ്ങൾ എത്ര സ്ട്രോങ് ആണെന്ന് പുറത്ത് കാണിച്ചാലും എല്ലാവരോടും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൽ എവിടെയോ ഒരു മുറിവില്ലേ? ആർക്കും കാണാൻ കഴിയാത്തൊരു മുറിവ്. രാത്രിയിൽ മാത്രം ഉണരുന്ന ഒരു മുറിവ്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ മാത്രം വേദനിക്കുന്ന ഒരു മുറിവ്. എത്രയോ വട്ടം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അഭിനയിക്കുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ഉള്ളുകൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചിട്ടില്ലേ? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു, എല്ലാവരെയും പിടിച്ചു നിർത്താൻ ശ്രമിച്ചു, എല്ലാവരുടെയും പ്രതീക്ഷകൾ നിറവേറ്റാൻ ശ്രമിച്ചു. നിങ്ങളെ തന്നെ നിങ്ങൾ മറന്നു പോയിട്ടില്ലേ? അതിനൊരു പരിഹാരം വേണ്ടി ഈ ലോകം മൊത്തവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ ഉത്തരവുള്ളത്. സൂര്യചന്ദ്രന്മാരും പക്ഷിമൃഗാധിപതികളെല്ലാം എനർജി തലത്തിലൊന്നാണ്. നിങ്ങളിൽ കൂടുതലോ കുറഞ്ഞോ ഇരിക്കുന്ന എനർജി നിങ്ങൾക്കിന്ന് മനസ്സിലായി. നിങ്ങളുടെ വേദനയെ, നിരാശയെ, പേടികളെ, ഏകാന്തതയെ എല്ലാത്തിനെയും മാറ്റാൻ അതിന് കഴിവുണ്ട്. നിങ്ങൾ നിങ്ങൾക്കൊരു അനുവാദം കൊടുക്കുകയാണെങ്കിൽ ഇന്നത് സാധ്യമാവും. ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പെർമിഷൻ ചോദിക്കുകയാണ്. നിങ്ങൾ തയ്യാറാണോ? ശരിക്കും തയ്യാറാണോ? ഒരു നെഞ്ചിൽ വെച്ചിട്ട് പറയുക, ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവിതം എൻ്റെ കൺട്രോളിൽ വരുത്താനും സക്സസ്ഫുൾ ആക്കാനും ഞാൻ ഈ നിമിഷം മുതൽ തയ്യാറാണ്. Recording in progress. Thank you. Please slowly open your eyes and come back. Come back. Yes. Type, how do you feel? സാർ എനിക്ക് വേണ്ടി പറഞ്ഞത് താങ്ക് യു സിനി മാഡം. സാഡ്, റിലാക്സ്ഡ്, വാവ്, പവർഫുൾ, കൂൾ പറഞ്ഞത് കറക്റ്റാണ്. ഫാന്റാസ്റ്റിക്. യെസ്, ഫീൽ ദിസ് ഈസ് ദ ന്യൂ ബിഗിനിങ് ഓഫ് മൈ ലൈഫ്. സൂപ്പർ സുഭാഷ്, സൂപ്പർ. An outstanding session for us. Thank you, Hani sir. Thank you so much. Thank you, Hani Pillai. Lonely traveling, looking inward, heart touching. യെസ്, എത്ര ഇതുപോലെയുള്ള ഈ ഒരു നറേഷൻസ് ഇഷ്ടപ്പെടുന്നു. ഇത് ഞാൻ എൻ്റെ തേഴ്സ്ഡേ മ്യൂസിക് നൈറ്റിൽ ഇതുപോലെ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും വരിക തേഴ്സ്ഡേ രാത്രി 9 മണിക്ക്. ഓക്കെ, എത്തണം, എല്ലാവരും എത്തണം. ഒരുപാട് ഇമോഷൻസിലൂടെ, അത് ക്ലാസ് അല്ല, ഒരു മ്യൂസിക് നൈറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കമ്പോസ് ചെയ്ത മ്യൂസിക്കാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ മൈക്കെല്ലാം മേടിച്ചത്.
നിങ്ങൾ എത്ര ആ ഒരു സ്റ്റൈലിലാണ് ഞാനിപ്പോൾ കുറച്ച് പരീക്ഷണങ്ങൾ ഈ ക്ലാസ്സിൽ ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര ഇഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഒരുപാട് പേര് ഇമോഷണലായി കരഞ്ഞു എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അത്രയും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഹീലിംഗ് നടത്താൻ അതിന് സാധിക്കുന്നുണ്ട്, മ്യൂസിക്കിനും ശബ്ദത്തിനും വാക്കുകൾക്കെല്ലാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഇതെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് 3 സ്റ്റെപ്പാണുള്ളത്, 3 സ്റ്റെപ്പാണുള്ളത്. ഇത്രേ ഉള്ളൂ. നിങ്ങളിൽ മിസ്സിംഗ് ഇൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള എഴുതുക, മിസ്സിംഗ് യാങ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതുക. ഉദാഹരണം ഞാൻ പറയുവാണ്, എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹത്തോടെ ക്ഷമയോടെ സംസാരിക്കാൻ അറിയില്ല. എൻ്റെ കാര്യമല്ല, എനിക്കത് മാത്രമേ അറിയാവൂ. നിങ്ങൾ എക്സാമ്പിളായിട്ട് പറയുകയാണ്, എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിയില്ല. ഇതൊരു ഇവിടെ എഴുതിക്കാണ്. മിസ്സിംഗ് യാങ്, എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. അത് യാങ്ങിനെയാണ്, വിൽക്കാൻ പറ്റുന്നത് ബിസിനസ് അല്ല. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്നുള്ളത് ഈ ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് മിസ്സിംഗ് ഇങ്ങും മിസ്സിംഗ് യാങ്ങും, മിസ്സിംഗ് ഇങ് എന്ന് പറഞ്ഞാൽ ഫീമെയിലിന്റെ ഇതാണ്. രണ്ടുപേരും എഴുതണം. ഓക്കെ, എഴുതുക. 2 മിനിറ്റാണ് സമയമുള്ളത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാവരും എഴുതുക. നിങ്ങളുടെ മിസ് ചെയ്യുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എവിടേക്കാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എനർജി വേണ്ടത്? യെസ്, ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ. എഴുതി കഴിഞ്ഞൊരു 2-3 ടൈപ്പ് ചെയ്യാമോ? സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. 2-3 ടൈപ്പ് ചെയ്യാം. നിങ്ങൾ എഴുതിയതിൻ്റെ ഒരെണ്ണം ടൈപ്പ് ചെയ്ത് പോയാൽ മതി. ഓരോ ആൾക്കാർ ഒരെണ്ണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. എന്താണ് മിസ് ചെയ്യുന്നുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് മിസ്സിങ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് അഫർമേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
ഇതിനെ ബേസ് ചെയ്തിട്ട് അഫർമേഷൻസ് ഉണ്ടാക്കുക. ഉദാഹരണത്തിൽ ഫിയർ ഓഫ് ഫെയിലിയർ. ഇപ്പോൾ അപർണ സിൻഹ പറഞ്ഞു എനിക്ക് ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ട് എന്നുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അഫർമേഷൻ. ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ വിൽ സക്സീഡ്, അല്ലെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് ടു ഫെയിൽ. അങ്ങനെ എഴുതാം. ഫെയിലിയർ ഒന്നും എന്ത് പറ്റും? ഒന്നും പറ്റില്ല. പുരുഷനാണെങ്കിൽ ഫെയിലിയർ ആണെങ്കിലും അതേ സ്പിരിറ്റും എടുക്കും. അപ്പം ഐ ആം കോൺഫിഡൻറ്റ് ടു ഫെയിൽ, അതൊരു അഫർമേഷനാണ്. ഫെയിലിയർ ആയിരുന്നാലും വിജയം ആയിരുന്നാലും ഞാൻ കോൺഫിഡൻസോട് എടുക്കുകയെന്ന് എഴുതാം. അല്ലെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ വിൽ ബി സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഐ ആം വെരി കോൺഫിഡൻറ്റ് എഴുതിയാലും മതി. അഫർമേഷൻ. ഓക്കെ. സെൽഫ് കെയർ ഇല്ല. ഐ കെയർ മൈ സെൽഫ്, ഐ ആം വെരി ബ്യൂട്ടിഫുൾ. മേക്കപ്പ് ബ്യൂട്ടിഫുൾ ആർക്കാണ് വരുന്നത് ശരിക്കും? മെയിലാണോ ഫീമെയിലാണോ മേക്കപ്പ് വരുന്നത്? മേക്കപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫീമെയിലാണ്. പുരുഷന്മാർ മേക്കപ്പ്, ഞാനും കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യും. എങ്കിലും നമ്മളിപ്പോൾ ഒരു പയ്യനെ എടുത്തു, അവനെ മേക്കപ്പ് എടുത്ത് നല്ല അടിപൊളി ഭയങ്കര മേക്കപ്പ് ഇട്ടു, വലിയ മാറ്റം വരൂ? ഒരുപാട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പുരുഷന്മാർ കാണുന്ന ശരി വരും. പക്ഷെ നേരെ മറിച്ച് ഒരു പെൺകുട്ടിയുടെ ഒരു കാഴ്ച എടുത്തു. ഏതൊരു പെൺകുട്ടീനെയും നല്ല മേക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഷീ വിൽ ബി ലുക്കിംഗ് വൗ. സോ ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ സെൽഫ് കെയർ. മേക്കപ്പ് എല്ലാം വരുന്നത് ഇൻ എനർജിയിലാണ്. അപ്പോൾ നിങ്ങൾ എഴുതണം ഐ ലവ് ടു മേക്കപ്പ്. ഓക്കെ, ഐ ലവ് ടു മേക്കപ്പ്. പിന്നെ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. ഐ ആം ഫൈനാൻഷ്യലി കോൺഫിഡൻറ്റ്. ഓക്കെ, എനിക്ക് പാചകം ഇഷ്ടമല്ല. ഐ ലവ് ടു കുക്ക്. എനിക്ക് പാചകം ഇഷ്ടമാണ്. ഐ ലവ് ടു കുക്ക് വിത്ത് ലവ്. അങ്ങനെ നിങ്ങളിപ്പോൾ എഴുതിയ സംഭവം എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഫർമേഷൻസ് എഴുതുക. ഞാൻ 2 മിനിറ്റ് സമയം തരാം. ഇപ്പൊ തന്നെ എഴുതണം. 3, 2, 1 ഗോ. അഫർമേഷൻസ് എഴുതുക. ഓക്കെ, ഇതാണ് 2ാം സ്റ്റെപ്പ്. നമ്മൾ നിങ്ങളുടെ എനർജി ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, പെർഫെക്റ്റ് അഫർമേഷൻ ഒന്നും വേണ്ട, ട്രൈ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 അഫർമേഷൻ എഴുതി, അത് തന്നെ ധാരാളം. ഓക്കെ, യെസ്. വെൽക്കം ബാക്ക്. നിങ്ങൾ എഴുതിയ അഫർമേഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻ എനർജി ബാലൻസിങ്ങിൻ്റെ അഫർമേഷൻ ടൈപ്പ് ചെയ്തിടാം. ചെറിയ അഫർമേഷൻസ്. I love myself. Super. I love myself. I care myself. Okay. I am confident. I am confident. I am energetic. I love to take action. I am bold. I can talk with love. I am attached with my dears. എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു. ഐ എം ബോൾഡ്. വണ്ടർഫുൾ. ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. സൂപ്പർ. വെരി ഹാപ്പി.
സഫയർ ആൻഡ് ഡയമണ്ട് സ്റ്റുഡൻറ്, നിങ്ങൾ അഫർമേഷൻസ് മിസ്റ്റേക്ക് ഒന്നുമില്ല, നെഗറ്റീവ് കീവേഡ്സ് ഇല്ല, ലോങ് അല്ല അഫർമേഷൻ, കറക്റ്റ് അഫർമേഷൻ ആയിരിക്കുന്നത്. സൂപ്പർ, എല്ലാം സൂപ്പറായിട്ട് കേടി കൊടുക്കുക. അഫർമേഷൻസ് പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്തു എല്ലാവരും. താങ്ക് യു ഫോർ ദാറ്റ്. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മൂന്നാമത്തെ നിങ്ങൾ എനിക്ക് എൻ്റെ മെഡിറ്റേഷനിൽ നിങ്ങൾ എഗ്രി ചെയ്ത കാര്യം, നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു, രണ്ടാമത്തത് ഏതിലാണ് എനർജി ബാലൻസ് ഉള്ളത് ഇല്ലാത്തത്, അതിൽ നമ്മൾ അഫർമേഷൻ ആണ്. മൂന്നാമത്തെ കാര്യമാണ് ബോൾഡ് കാര്യം. നിങ്ങളത് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തു. എത്ര പേര് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തു? നിങ്ങൾ ഇവിടെ എഴുതിയത് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൈക്രോ ആക്ഷൻ നാളെ രാത്രി 9 മണിക്ക് മുമ്പ് എടുത്തിരിക്കണം. ഇന്നിപ്പോൾ രാത്രി വേണ്ടെന്ന് രാത്രി ചെയ്യാൻ പറ്റും പറയാനില്ല, പക്ഷെ രാത്രി ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഫോർ എക്സാമ്പിൾ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മേ ബി നിങ്ങൾ യാങ് കൂടുതലുള്ള ഒരു ലേഡി ആണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് രാത്രി ജസ്റ്റ് നിങ്ങൾ എന്താ കുളിച്ച് ഒന്ന് മേക്കപ്പ് ഇടുക, അരമണിക്കൂർ സ്വിമ്മിൻ്റെ പറഞ്ഞ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഴയ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുക. നിങ്ങളെ ഏറ്റവും സുന്ദരിയാണെന്ന് പറഞ്ഞ എത്രയോ ഡ്രസ്സും എടുക്കുക. പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ഒരു ബോൾഡ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യുക. മേ ബി നിങ്ങൾ ഒരാളോട് നോ പറയുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് തുടങ്ങണമെന്ന് വെച്ചാൽ ഒരു സംരംഭം തുടങ്ങിയെന്ന് പറയുക, കോൺഫിഡൻ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക. അത് എന്തും ആയിക്കോട്ടെ, പക്ഷെ നാളെ രാത്രിക്കകത്ത് നിങ്ങൾ ചെയ്യണം. എത്ര പേര് സമ്മതിച്ചു? ടൈപ്പ് D ഫോർ ഡീൽ ഇൻ ചാറ്റ് ബോക്സ്. ഓക്കെ, അത് കിട്ടാനുള്ള എനർജി ഞാൻ നിങ്ങൾക്കിപ്പോൾ തരാം. അത് നമ്മളൊരു മ്യൂസിക്കിൽ നിന്നും അതിൻ്റെ ഒപ്പം നിങ്ങൾ എഴുതിയ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടാൻ പോകുന്നത്. ആ എനർജി നിങ്ങൾക്ക് കിട്ടും. ആ എനർജിയിൽ തന്നെ നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും എണീറ്റിരിക്കുക, കോൺഫിഡൻ്റ് എണീറ്റിരിക്കുക. ഓക്കെ, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ അഫർമേഷൻ എടുത്ത് അത് ഫീൽ ചെയ്ത് വായിക്കണം. ഒരു അഫർമേഷൻ തന്നെ 15-20 വട്ടം ഉറക്കെ വായിക്കണം, ഫീൽ ചെയ്ത്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ കുറവെന്ന് പറഞ്ഞാൽ മേ ബി എനിക്ക് എൻ്റെ ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക് ആക്കാനുള്ള എന്തോ ഒരു കുറവാണ്. അപ്പം ഐ മേക്ക് മൈ ബിസിനസ് സിസ്റ്റമാറ്റിക്. അത്ര എനർജി കൊടുത്ത് പറയണം. നിങ്ങളിപ്പം വീട്ടിലെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ വൈഫിനോട് സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, എൻ്റെ ഭാര്യയോട് എനിക്ക് സ്നേഹം എന്ന് പറയാൻ പറ്റുന്നു, എനിക്ക് ഓപ്പൺ സംസാരിക്കാൻ പറ്റുന്നു. ആ അഫർമേഷൻ എന്താണോ അത് ഫീൽ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിൻ്റെ എനർജി അറിയാൻ പറ്റും. ക്ലാസ് കഴിയുമ്പോൾ ഗ്രൂപ്പിൽ വരുന്ന ഫീഡ്ബാക്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എത്രത്തോളം എനർജി ഇപ്പോൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. 3, 2, 1 ആൻഡ് സ്റ്റാർട്ട്. ഓക്കെ, I feel confident. I am confident. Come on. കുറച്ചുകൂടെ loud ആയിട്ട്. You can do it. I activate my energy. Come on. Yes. കൈയൊക്കെ വെച്ച് നല്ല പവർഫുൾ ആയിട്ട് പറയാ. എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു. Come on. I love myself. എനിക്ക് മേക്ക് ഇഷ്ടമാണ്. I am handsome. എനിക്കിന്ന കഴിവുണ്ട്. ഈ കോൺഫിഡൻസ് ഉണ്ട്. I am confident. Full energy. Face get thick, drum step loud, face is lit, moving proud, shake a dick, crowd and sing. Imagine yourself as a hero. Yes. ആ മ്യൂസിക് നല്ല ഫിയർ വോയിസും എടുക്കുക, അങ്ങനെ സൈഡ് എഴുതിലോട്ട് റിപ്പീറ്റ് ഇറ്റ്. Very good. Keep saying.
യെസ്, ഇപ്പൊ അത് ആക്ടിവേറ്റ് ആവും നിങ്ങൾക്ക് അറിയാൻ കഴിയും. യെസ്, യു ക്യാൻ ഫീൽ ദാറ്റ്. Wow, super. Keep repeating, keep repeating. I achieved that. എനിക്ക് സാധിക്കുന്നു. സൂപ്പർ സൂപ്പർ. എന്ത് ഫീൽ ചെയ്യുന്നു ഒന്ന് വീട്ടുമാരിട്ട് പറഞ്ഞേ. ഭയങ്കര ഭയങ്കര അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. യെസ്, നിങ്ങളിപ്പോ കണ്ടത് സ്പിരിച്വൽ വേയിലൂടെ, ലോ ഓഫ് അട്രാക്ഷൻ വേയിലൂടെ ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നതാണ്. എങ്ങനെ സ്പിരിച്വൽ വേയിലൂടെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്, ഇതാണ് നമുക്ക് വേണ്ട എനർജി. നിങ്ങൾ ആക്ഷൻ കൂടെ ചെയ്യണം. കാരണം ഇത് നിങ്ങളുടെ ഉള്ളിൽ ഇത്രയോ നാളെ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടന്നിരുന്ന എനർജിയാണ്. അത് തിരിച്ചു വരികയാണ്. അത് വരാതിരിക്കാൻ പറ്റത്തില്ല. കുറേ നാൾ ടീസിൽ ഉപയോഗിക്കാറുണ്ട്. ചെറിയൊരു സ്പാർക്ക് അതിൽ കൊടുക്കുകയാണ്. പുരുഷന്മാരുടെ യാങ് എനർജിയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചെറിയൊരു സ്പാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആളിക്കത്. സ്ത്രീകൾക്കും തന്നെയാണ്. സ്ത്രീകളുടെ സ്ത്രൈണത ആക്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഒരു ബാധ കയറിയതുപോലെ. സാലി, വെരി ഗുഡ്, സൂപ്പർ, വണ്ടർഫുൾ. ഇതാണ് ഇതിനെ സ്പിരിച്വൽ വേയിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന വേ. ഇനി ഒരു ചാണക്യ വേ ഉണ്ട്. കോർപ്പറേറ്റ് വേയിൽ ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് 4 തരം ആൾക്കാർ ലോകത്തുണ്ട്. 4 തരം അല്ല 3 തരം ആൾക്കാരാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ചില ആൾക്കാരിൽ ഇന്ന് കുറവായിരിക്കും, ഞാൻ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അവരെ എങ്ങനെ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ലൈഫിൽ സൂപ്പർ ഹീറോ ആവാം എന്നുള്ളൊരു ടെക്നിക്കുണ്ട്. എത്ര പേർക്ക് അത് പഠിക്കാൻ ആഗ്രഹമുണ്ട്? ഓരോ വ്യക്തികളെ ഓരോ മൃഗത്തോട് നമ്മൾ കണക്ട് ചെയ്യും ഇങ്ങനെ എനർജി വെച്ചിട്ട്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു മൃഗമായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പും ഗോളും രണ്ടും ഒരേപോലെ പഠിക്കാം എന്നുള്ള ഒരു ചാർട്ടുണ്ട്. എത്ര പേര് എക്സൈറ്റഡ് ആണത് പഠിക്കാൻ വേണ്ടിയിട്ട്? യെസ്, താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായിരിക്കും അടുത്ത് പറയാൻ പോകുന്നത്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കുക. നമ്മുടെ ഫൈനൽ ക്ലാസ്സിൽ ഞാൻ അതായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യൻ എനർജി എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് ലെവലിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരാമെന്നുള്ളത്. താങ്ക് യു. എൻ്റെ ഒപ്പം ഈ ഒരു യാത്ര ഇത്രയും വർഷം മൈൻഡിൻ്റെ ട്രെയിനിങ്സിലൂടെ പറയുമ്പോൾ എൻ്റെ സമയം ഇടണം. മൈൻഡ് ട്രെയിനിങ്സിലൂടെ ഇത്രയും വർഷം എൻ്റെ ഒപ്പം യാത്ര ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഷാലു ഫോർ എവറിത്തിങ്. താങ്ക് യു ശരണ്യ ആൻഡ് രേഷ്മ, ശരണ്യ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന്. സോ നമ്മൾ ഈ വരുന്ന വെള്ളിയാഴ്ച ഇത് പൂർണ്ണതയിലേക്ക് എത്തും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എല്ലാവരും എത്തിച്ചേരുക. ആ ക്ലാസ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. താങ്ക് യു. ഗുഡ് നൈറ്റ്. Recording stopped.